കത്തോലിക്ക ക്രൈസ്തവരുടെ രാഷ്ട്രീയത്തിന് വലിയ വാതിലുകൾ തുറന്നുകൊടുത്തു. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് കത്തോലിക്ക ക്രൈസ്തവരുടെ വോട്ട് നേടിയാണ്. അത് സുരേഷ് ഗോപി ഓർക്കുന്നുണ്ടോ? അത് BJPക്കാർക്ക് അറിയാമോ? ഇവർക്കൊക്കെ നിരന്തരമായി മെത്രാൻ്റെ ഭവനത്തിൽ കയറി കേക്ക് മുറിക്കുകയും ആശംസ നടത്തുകയും ചെയ്തത് എന്തിനായിരുന്നു? ഇതൊക്കെ കാപട്യമല്ലേ എന്ന ചോദ്യമാണ് നമ്മളെല്ലാവരുടെയും മുമ്പിലുള്ളത്. ഈ കാപട്യം, കപടനാട്യം ഈ കേരളത്തിനകത്ത് BJPക്കാരൻ നടത്തി എന്നുള്ളതിൻ്റെ ദുഃഖകരമായ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. ഹിന്ദു മതത്തോട് യാതൊരു വിരോധമോ ഒരു നേരായ എന്തെങ്കിലും വിഷമമോ ഞങ്ങൾക്ക് ആർക്കുമില്ല. മറിച്ച് ഹിന്ദുത്വം എന്നുള്ളത് ഒരു മൗലികവാദമാണ്, ഫാസിസമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. അച്ഛനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടെയാണ് സംസാരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് നമ്മൾ മലയാളികൾ. കാരണം കൂടുതൽ ശക്തമായ ഒരു വർഗീയ നിലപാടിലേക്ക് കേരളത്തിലെ പൊതുജന സമൂഹം ഇതുവരെയും കടന്നുപോയിട്ടില്ലായിരുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ കൊണ്ടുവരുവാൻ അച്ഛൻ്റെ സമുദായം ശ്രമിച്ചു എന്നുള്ളത് അച്ഛൻ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരിഷ്ടമില്ലാതെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ പരസ്പര സഹകരണത്തോടെ ജീവിക്കുന്ന ഐക്യമുള്ള നല്ല ഒരു ജനവിഭാഗമാണ്. അവർ പ്രതിരോധിച്ചു വച്ച ഒരു രാഷ്ട്രീയമായിരുന്നു ഫാസിസ്റ്റ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് വലിയ വാതിലുകൾ തുറന്നുകൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് ആനയിച്ചത് തൃശ്ശൂരുകാരാണ്. ഒരുപാട് വിമർശനങ്ങൾ തൃശ്ശൂരുകാർ കേൾക്കേണ്ടി വന്ന വിഷയമാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ. സുരേഷ് ഗോപി ഒരാശയത്തെ ഉൾക്കൊള്ളുമ്പോൾ ആ ആശയത്തിൻ്റെ യാഥാർത്ഥ്യമെന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ലേ? സുരേഷ് ഗോപി നല്ലൊരു നടനാണ്, നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ അതും ജനങ്ങൾ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ എല്ലാം സമൂഹത്തിൽ നിത്യേന വിമർശിക്കപ്പെടുകയാണ്. കേരളവും കൂടി വർഗീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സമാധാനം നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് കുറച്ച് മുൻപേ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം കേരളത്തിലേക്ക് കടന്നു വരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനോട് ഓർമ്മിപ്പിക്കുകയാണ്, ഇനിയും വരാനിരിക്കുന്ന കാലങ്ങളിൽ ഒരിക്കലും പരസ്പരം ഈ സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ഒരു വിഭാഗത്തെയും വിജയിപ്പിക്കാൻ ശ്രമിക്കരുത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്. അതിനുള്ള സപ്പോർട്ട് ഒരു തരത്തിലും കാണിച്ചു കൊടുക്കരുത്. അവർ വീണ്ടും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. പക്ഷേ അവർ വരുന്നത് എന്തിനെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ അവസരമൊരുക്കാൻ തൃശ്ശൂരുകാർക്ക് കഴിഞ്ഞത് എന്നുള്ളത് ദുഃഖത്തോടെ അല്ലാതെ ചിന്തിക്കുന്നില്ല. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ കാലമല്ലേ. ഇനി വരും കാലത്ത് ഇനിയും സമയമുണ്ട്. നമ്മുടെ കുട്ടികൾ വർഗീയ ചേരിതിരിവോടുകൂടെ തമ്മിലടിക്കുന്നവരാകാതിരിക്കാൻ വേണ്ടി ഇനിയുമെങ്കിലും പ്രവർത്തിക്കണം. ഇനിയും ഒരു ഇലക്ഷനിൽ സജീവമായ സാന്നിധ്യം വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ വരികയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള സ്നേഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമൊരുക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ തടയിടാനുള്ള ഏക വഴി മത ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗവും ഒരുമിക്കുക എന്നുള്ളതാണ്. പരസ്പരം വിഭജന രാഷ്ട്രീയം പറയുന്നതിനപ്പുറം ഒരൈക്യത്തിൻ്റെ രാഷ്ട്രീയം, നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം പറയേണ്ടതുണ്ട്. അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദളിത് ന്യൂനപക്ഷങ്ങളും ഒന്നിച്ചിരുന്നു കൊണ്ട് തന്നെയാവണം. അങ്ങനെയാവുമ്പോൾ മാത്രമാണ് ഇവരെ തടയാൻ പറ്റുകയുള്ളൂ. നമ്മൾ തമ്മിലടിച്ച് മരിക്കേണ്ടവരല്ല എന്നുള്ളത് ബോധ്യമുണ്ടാവണം. നമ്മുടെ കുട്ടികൾക്ക് സ്വതന്ത്രമായി പഠിക്കുവാനും അവരുടെ അവകാശങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുവാനുമുള്ള അവസരങ്ങളുണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ മതവും അവർക്ക് അവരുടെ മതവും പരസ്പരം പഠിക്കാൻ കഴിയണം. അതിനെ ചർച്ച ചെയ്യാൻ പറ്റണം.
അവർക്ക് അവരുടെ ഭക്ഷണവും ഇവർക്ക് ഇവരുടെ ഭക്ഷണവും കഴിക്കാൻ പറ്റണം. അങ്ങനെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒന്നിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ, രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകുവാൻ നിങ്ങളുടെയൊക്കെ പരിശ്രമം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രതിരോധത്തിലൂടെ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഓരോ വിഭാഗത്തെയും തയ്യാറെടുപ്പിക്കേണ്ടത് അവരവരുടെ മതത്തിൻ്റെ നേതാക്കന്മാരാണ്.